വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. എവിടെന്നാ വരുന്നേ? ഞാൻ ചാലക്കുടി, അമ്പലൂർ ചാലക്കുടി. ചാലക്കുടി. ഓക്കെ, ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ 5 മിനിറ്റ് 51 പേരുടെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റില്ലിട്ടിട്ട് സ്പോട്ട് ഡബിംഗ് ആണോ? സ്പോട്ട് ഡബിംഗ്. ഓക്കെ. അയ്യോ പാവം, മരിച്ചവരും മരിച്ചു, ജീവിച്ചിരിക്കുന്ന ഒരു സൂര്യൻ കെടുന്ന ഒരു തോമാച്ച. കൊള്ളാം, മീശ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ തമ്മിൽ കാണുമ്പം നിന്റെ മുഖത്ത് നീ അങ്ങ് പോരടപ്പെടങ്ങ് കാഞ്ഞിരപ്പള്ളിയിലേക്ക്. നമുക്ക് അവിടെ പന്നിറച്ചും കോഴിച്ചേരും കൂടാം. ജാവ വളരെ സിമ്പിളാണ്, ബട്ട് പവർഫുൾ ആണ്. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മയും ശത്രുവല്ല ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്നു. എനിക്ക് തൃപ്തിയായടാ. എൻ്റെ കൊച്ചു കുട്ടനല്ലേ. എനിക്ക് ഈ വീട്ടിൽ നിന്നെ പോലൊരു മകനുണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ശാന്തമെടുത്തി ഇത് കുറച്ച് വരാല കൊട്ടമ്പള്ളിയിട്ട് വെച്ച കള്ളക്കും വരണം വരണം ശ്രദ്ധ ചൂടൻ വിനാശകാലേ വിപരീത ബുദ്ധി. എന്തൊക്കെ പറഞ്ഞാൽ ശരി, ഈ നാടിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അതൊക്കെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഈ തന്തപ്പിടിയും ഈ കാരണോട് കൂടി എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇറ്റ്സ് പോസിബിൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള ഗുരുദൈവം പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി എൻ്റെ പൊന്നും മാമച്ച, ഇത് ഞാൻ ഗോവയ്ക്ക് പോകാൻ വെച്ചിരിക്കുന്ന പൈസയാ. ഇതിനൊരു 10 ഇത് ഇങ്ങനെ ചായ ഉണ്ടാക്കുന്നത്, വീട്ടിൽ കടിക്കുന്ന പട്ടിയുണ്ട്, ഇത് വെക്കുന്നതിന് പകരം എന്തൊക്കെ ഞാൻ പറയണം. എൻ്റെ ലക്ഷ്മി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി. എന്തോന്നറിയത് ഏൽപ്പിച്ച കാര്യം എന്തായി? പിച്ചക്കാരും അല്ലടേ, ഏൽപ്പിച്ച കാര്യം. ഏട്ടനിപ്പോൾ എക്സ്ക്യൂസ് മീ, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്നല്ലോ. നിന്റെ മകളാര് മാനത്തൊന്ന് പൊട്ടി വീണതാ, അതോ കയ്യും കണ്ട കാലം നാളിനെ പോയതുകൊണ്ടാ? ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷനുമായി ഞാനങ്ങ് ബാമ്പയ്ക്ക് പോവുകയാണ്. അവിടെ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ മൂളി ശോഭേ, നിനക്ക് ഞാൻ ആനയെ വാങ്ങിച്ചു തരും, കുതിരയെ വാങ്ങിച്ചു തരും. എന്നെ മനസ്സിലായ? ക്രിസ്പി ജിസ്പില്ല, ക്രിസ്പി. ഇത്രയ്ക്ക് ചീപ്പാണ് ഡിഷ് ബേബി. എങ്ങനാ എപ്പ എന്തരട്ടെ ഇത് അപ്പണ്ണ ചില ആളുകൾ പറയണ നിങ്ങ കട്ടുന്നു. എന്തോടെ ഇത് ബിഡാബിടിക്കിട്ട് തുറക്കുവട്ടോ വാങ്ങിച്ചു വയ്ക്കാൻ ഞാൻ തീർക്കാൻ തീയും. അളിയാ, എന്തൊക്കെ പരിപാടിയായിരുന്നു. എല്ലാം ടമാർ പടാർ. എനക്കും പരമ്പരക്കിട്ട എൻ്റെ വാൾ കൊണ്ട് കഴുത്തെ ഇറത്ത് ഞാൻ രക്തത്തെ കുടിക്കും. അല്ല മിസ് പെരേര, ഇതൊക്കിൽ 3 ആയതുകൊണ്ട് നിന്നെ വെടിവെക്കാനും. അവിടെ കുട്ടി ശരിക്കരുത്, ക്ലിപ്പ് ചെയ്യാൻ പിശാച് പോറി. ഒരു കാര്യം പറയട്ടോ, ഇവന്മാരെ കൂട്ടായിട്ട് വീടിന്റെ പടികറിയാണല്ലോ, നിന്റെ മുട്ടുകാരെ തല്ലി ഉടയ്ക്കും എന്റെ മുമ്പിൽ. മോഹനവല്ലി അമ്മേ, അർജന്റീന ഫ്ലക്സിന്റെ താഴെ അമ്മയുടെ ഫോട്ടോ കൂടെ കൊടുക്കാന്നമ്മ പറഞ്ഞേ. നല്ലതല്ലേ അമ്മേ? കോപ്പത്തെയും മനസ്സുകൊള്ളതാ. വെളിയൊത്ത കെട്ടുപോയിടുമേ നടിക്കാതെ. ശിവജയപാത്രക്ക് നമ്മുടെ മാത്രം കാണാൻ ഉണ്ട പറഞ്ഞ പാട്ട് പോയില്ലടാ, ഇടിച്ചിട്ടു. എന്താ എൻ്റെ മകൾക്ക് വാശി പാടില്ലെന്നാ? അവളൊരു ഇല്ലാത്ത മകളുടെ മകളാണെന്ന് കരുതി. ഈ കുടുംബത്തിനൊരു പെൺകുട്ടിയുടെ ശാപമുണ്ട്. അത് ദീർഘകാലങ്ങളാരും രക്ഷപ്പെടില്ല. കുട്ടികൾ കളിക്കാനുള്ള കളിപ്പാട്ടമല്ലത്. സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ ചോര വരും. അമ്മേ, പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാവരും നല്ല തങ്കത്തിൻ്റെ നിറാണല്ലോ അമ്മേ. അല്ലിത് എന്താണിത്? താമരശ്ശേരി ചോര ഉണ്ടോ? ഇല്ലേ? അത് കലക്കി കിടുക്കി തിമിർത്തു. മാധവൻ IPS മരട്ട പൊളിറ്റീഷ്യനെ എന്ത് ഇഷ്ടത്? ഒരുമാതിരി പോക്കിരിത്തരം പറയരുത്. ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ നിന്ന് പോകാൻ പറയുന്നത്. ഇവിടെ മനുഷ്യരിക്കണോ? എല്ലാ മൃഗങ്ങളല്ലേ ഇരുകാലി പറയുന്നത്. അല്ലെങ്കിൽ ഇവിടത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് പുറത്തു പോയി പറയുന്നത്. കൃഷ്ണ, ഞാൻ എൻ്റെ ഗംഗയുടെ ഒന്നില്ല ശനെ വെറുതെ വിളിച്ചാണ്. അവന്മാർ ചെറിയ ടീമല്ല ശനെ. പഴയ കൊച്ചിയിലായിരിക്കാം, പക്ഷെ ബിലാല് പഴയ ബിലാല. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയോ? ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ചിലപ്പോൾ പൊളിക്കും, ചിലപ്പോൾ പടയും. വൈകയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു അച്ഛൻ്റെ രോധനം. ശരിയാ, പറമ്പിൽ അടക്കയുടെയും തേങ്ങയുടെയും കണക്കൊന്നും നോക്കാൻ ഏട്ടൻ വന്നിട്ടില്ല. പക്ഷേ വീട്ടിൽ 3
ഞാൻ മാനുവലെങ്കിൽ ചിലരെന്നെ ആനിമലെങ്കിൽ എന്ന് വിളിക്കും. എൻ്റെ ഭാര്യ അവളങ്ങ് അമേരിക്കയില. നേരാ തിരുമേനി, ഈ പശം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. അടിച്ചതാരാടാ? ആണ്ടവനോ അത് സേഡിയോ? അടിച്ചതല്ല, ആരോ ചവിട്ടിയതാ അല്ലേടാ? എൻ്റെ ഈശോയെ, ഇങ്ങനെ ഈ ഫ്ലോറിൽ വന്നിട്ട് ഇവന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയില്ലോ. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് 51 പേര് ചെറിയ കാര്യമല്ല. Okay, thank you. താങ്ക് യു. അപ്പൊ നമുക്ക് ചോദിക്കാം അല്ലേ, നാദിക എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. താങ്ക് യു. ചെറിയ 51 എണ്ണം തേക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു. അല്ല, അത് സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതലുണ്ട്. അതിൽ നിന്ന് കുറച്ചിട്ട് ഉള്ളത് വെച്ച് ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്തതാണ്. കുറച്ചധികം ചെയ്യാറുണ്ട്. ആണല്ലോ, എത്ര പേര് ചെയ്യാറുണ്ട്? ഒരു 100, 150, 160 പേര് ആണെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. മത്സരത്തിനല്ലേ ഞാൻ. അല്ല, ഞാൻ പറയണതേ, എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റേജിൽ ഇപ്പോൾ പെർഫോം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എണ്ണത്തിലല്ല നോക്കേണ്ടത്. എണ്ണം വെറുതെ കൂട്ടുന്നതിനേക്കാൾ നല്ലത് ഉള്ളത് വെച്ച് ഉള്ള സാധനം ഏറ്റവും അയാൾ ചെയ്ത ഒരൊറ്റ സ്റ്റാർ ചീറ്റി പോയില്ല എന്ന് പറയിപ്പിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അനു, ഹലോ ചേട്ടാ, നന്നായിരുന്നു. ഞാൻ ഈ ഒരു വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ ഒന്നും പറയാനായിട്ട് ആരുമല്ല. പക്ഷെ ഞാൻ കാണുമ്പോഴത്തേനും സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ ഇങ്ങനെ വോയിസ് ചേഞ്ച് ഓവർ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്നെ വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര സംഭവമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. എനിക്ക് പിന്നെ തോന്നി ഏതൊക്കെയോ ഒരു 5-6 എണ്ണം ചിലപ്പോൾ നമുക്ക് ചെയ്തപ്പം അയ്യോ അതങ്ങോട്ട് ഇതായില്ല എന്ന് നമ്മൾ അവരുടെ സിനിമ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോഴാണ് അവരുടെ വോയിസ് കേസ് കേട്ടിട്ടുള്ളത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അയ്യോ അതിനെന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ട്. അങ്ങനെ ഒരു 5-6 എണ്ണം ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം എനിക്ക്. ബാക്കിയൊക്കെ സൂപ്പറായിരുന്നു, നന്നായിരുന്നു. താങ്ക് യു. നസീർക്ക, നല്ല ശബ്ദമാണ് നിങ്ങളുടെ, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല എന്താ പറയാ, മൈക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്ന ഒരു നല്ല ശബ്ദമാണ്. ഇപ്പൊ നാഷിക പറഞ്ഞ പോലെ ഇതിന്റെ ഒരു അത്ഭുതം ശരിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ. ഇപ്പൊ 50, 100 ഒക്കെ കാണിക്കുന്ന ഒരു അത്ഭുതം കഴിഞ്ഞു. ഞാൻ ഇവിടെ ഇതിനു മുമ്പും ഇതുപോലെ പെർഫോം ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഒരു എനിക്കെപ്പോഴും തോന്നുന്നത് എന്താണെന്നറിയോ, ഇതിലെ വോയിസിന്റെ ഒരു പെർഫെക്ഷൻ നമ്മൾ പിടിക്കുന്നതിന് മുമ്പ് അടുത്തയിലേക്ക് പോകും ഇതിന്. അതാണ് ഇതിന്റെ ഞാൻ കാണുന്ന ഇങ്ങനത്തെ ഈ അനുകരണത്തിന്റെ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഡയലോഗ് പറഞ്ഞ് ഒരു താരത്തെ ചെയ്യുമ്പോൾ ആ ഡയലോഗ് പറഞ്ഞ് ഫിനിഷ് ചെയ്യുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാവുക. ഇതിന് ആ പൂർണ്ണത നമുക്ക് പലപ്പോഴും കിട്ടില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞ് അടുത്ത കയറുമ്പോഴത്തേക്കിന് അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഡയലോഗിലേക്കാണ് പോണത്. അപ്പൊ ഞാൻ ഇവിടെ വന്നവരോടൊക്കെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളൊരു കണക്ഷൻ ഉണ്ടാക്കൂ. ഈ ഒരു ഡയലോഗ്, ഒരു ആർട്ടിസ്റ്റിന്റെ ഡയലോഗിൽ നിന്ന് അടുത്തയിലേക്ക് ഒരു കണക്ഷൻ പോവുകയാണെങ്കിൽ ഇതൊരു സ്റ്റോറി ലെവലിൽ നിങ്ങൾക്ക് അത് ചെയ്തു പോകാൻ പറ്റും. സ്ക്രിപ്റ്റ് ചെയ്തിട്ട് താങ്ക് യു. അപ്പോൾ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.